എല്ലാവർക്കും വെബ്മാഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമുക്ക് വെബ് പേജിൽ എങ്ങനെ ഇമേജ് ഇൻസർട്ട് ചെയ്യാം, ഇമേജിൻ്റെ ഹൈറ്റും വിഡ്ത്തും എങ്ങനെ കൊടുക്കാം, ഇമേജിന് എങ്ങനെ ബോർഡർ കൊടുക്കാം, ഇമേജിന് എങ്ങനെ മാർജിൻ കൊടുക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ആദ്യം നമുക്കൊരു ഇമേജ് എങ്ങനെ ഇൻസർട്ട് ചെയ്യാമെന്ന് നോക്കാം. IMG എന്ന ടാഗാണ് നമ്മൾ HTML ഡോക്യുമെൻറ്റിൽ ഇമേജ് ഇൻസർട്ട് ചെയ്യാൻ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന ഇമേജ് നമ്മൾ HTML ഡോക്യുമെൻറ്റ് സേവ് ചെയ്തിരിക്കുന്ന ഫോൾഡറിൽ ഇമേജസ് എന്നൊരു ഫോൾഡർ ഉണ്ടാക്കി അതിലിടാം. ഇനി നമ്മുടെ വെബ് പേജിന് ആവശ്യമായ ഇമേജുകളെല്ലാം ഈ ഫോൾഡറിൽ വേണം ഇടാൻ. ഇനി നമ്മുടെ HTML ഡോക്യുമെൻ്റ് ഫയൽ ഒരു വെബ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യുക. ഹെഡിങ് ആയ വെബ്മാഷിൻ്റെ താഴെ പാരഗ്രാഫിന് മുകളിലായിട്ട് നമുക്കൊരു ഇമേജ് കൊടുക്കണം. അതിന് H1 എന്ന ടാഗിന് ശേഷം നമുക്ക് കൊടുക്കാം. IMG SRC എന്നുവെച്ചാൽ സോഴ്സ്, ഇമേജ് കിടക്കുന്നതിൻ്റെ സോഴ്സ് കൊടുക്കാനാണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് സേവ് ചെയ്ത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ട, ഇത്രയേ ഉള്ളൂ. ഈ ഇമേജിന് കുറച്ച് വലിപ്പം കൂടുതലല്ലേ, നമുക്ക് കുറച്ച് ചെറുതാക്കിയാലോ. അപ്പോൾ നമുക്കിനി ഈ ഇമേജിൻ്റെ ഹൈറ്റും വിഡ്ത്തും എങ്ങനെ കൊടുക്കാം എന്ന് നോക്കാം. നമ്മുടെ HTML ഡോക്യുമെൻ്റ് എടുക്കുക. ഇമേജ് കൊടുത്ത ടാഗ് ലൈനിൽ സോഴ്സ് കഴിഞ്ഞ് ഒരു സ്പേസ് കൊടുത്ത് വിഡ്ത്ത്, എന്നിട്ട് എത്ര പിക്സൽ വേണം? 150 പിക്സൽ. സ്പേസ് കൊടുത്ത് ഹൈറ്റും നമുക്ക് 150 പിക്സൽ കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് സേവ് ചെയ്ത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക. ചെറുതായത് കണ്ടില്ലേ? അടുത്തത് നമുക്ക് ഈ ഇമേജിന് ഒരു ബോർഡർ കൊടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് ബോർഡർ. നമ്മൾ ഫോണ്ടിന് കളർ കൊടുക്കുന്നത്, സ്റ്റൈൽ കൊടുക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുപോലെ ഇമേജ് ഇൻസർട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച എലമെൻ്റാണ് IMG. നമുക്കപ്പോൾ IMGക്ക് സ്റ്റൈൽ കൊടുക്കാം. IMG കേളി ബ്രാക്കറ്റിനുള്ളിൽ ബോർഡർ 5 പിക്സൽ. സ്പേസ് ഇട്ടിട്ട് സോളിഡ്, പിന്നെ കൊടുക്കേണ്ട കളർ നമുക്കൊരു ഗ്രേ കളർ കൊടുക്കാം. കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് നമുക്ക് സേവ് ചെയ്ത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ആ ഇമേജിന് ചുറ്റും ബോർഡർ വന്നത്. അടുത്ത് നമുക്ക് ഈ ഇമേജിന് മാർജിൻ കൊടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ മാർജിൻ എന്ന ആട്രിബ്യൂട്ടാണ് ഉപയോഗിക്കുന്നത്. ബോർഡർ കൊടുത്തതുപോലെ IMG പ്രോപ്പർട്ടിക്കകത്ത് മാർജിൻ 100 പിക്സൽ, നമുക്ക് എത്ര വന്നു വെച്ചാൽ അത് കൊടുക്കാം. ഇനി നമുക്ക് സേവ് ചെയ്ത് ബ്രൗസറിൽ നോക്കാം. കണ്ടില്ലേ, 4 സൈഡിൽ നിന്നും 100 പിക്സൽ മാറി ഇമേജ് നിൽക്കുന്നത്. നമുക്കിനി താഴെ മുകളിലും മാർജിൻ വേണ്ട, ലെഫ്റ്റ് റൈറ്റും മാത്രം മതി. അതെങ്ങനെ കൊടുക്കുമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ കൊടുത്തതിൻ്റെ കൂടെ തന്നെ തൊട്ട് മുൻപിലായി 0 പിക്സൽ എന്ന് കൊടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മാത്രം മാർജിൻ വന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം.
നമുക്കിപ്പോൾ 4 സൈഡിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മാർജിൻ കൊടുക്കണേ. മാർജിൻ എന്ന പ്രോപ്പർട്ടിയിൽ ഇതുപോലെ 4 വാല്യൂസ് കൊടുക്കും. ഫസ്റ്റ് വാല്യൂ ആയ 10 പിക്സൽ ടോപ്പ് മാർജിൻ കൊടുക്കുന്നതിനാണ്. സെക്കൻഡ് വാല്യൂ ആയ 5 പിക്സൽ റൈറ്റ് മാർജിൻ കൊടുക്കുന്നതിനാണ്. തേർഡ് വാല്യൂ ആയ 15 പിക്സൽ അത് ബോട്ടം മാർജിൻ കൊടുക്കുന്നതിനാണ്. അടുത്ത ലാസ്റ്റ് ആയ 20 പിക്സൽ അത് ലെഫ്റ്റ് മാർജിൻ കൊടുക്കുന്നതിനാണ്. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിൽ മാർജിൻ വേണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ 0 പിക്സൽ ആക്കിയാൽ മതി. ഇപ്പോൾ റൈറ്റ് മാർജിൻസ് വേണ്ട, അപ്പോൾ സെക്കൻഡ് വാല്യൂ ആയ 5 പിക്സൽ മാറ്റി അവിടെ 0 പിക്സൽ എന്നാക്കിയാൽ മതി. നമുക്ക് 4 സൈഡിലും ഒരേ വാല്യൂ ആണെങ്കിൽ ഇതുപോലെ 1 വാല്യൂ കൊടുത്താൽ മതിയാകും. ഇവിടെ മാർജിൻ 10 പിക്സൽ എന്ന് കൊടുത്താൽ 4 സൈഡിൻ്റെ മാർജിനും 10 പിക്സലാണ്. ഇന്ന് പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനായി ഷെയർ ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. ഇതിലെ മിസ്റ്റേക്സ് എന്നോട് പങ്കുവെക്കാം. എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എൻ്റെ അടുത്ത വീഡിയോയിൽ എൻ്റെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.